ഗുഡ് മോർണിംഗ്. ഇന്നത്തെ സ്പെഷ്യൽ പാവയ്ക്ക മെഴുക്ക് വരട്ടി. കറുപ്പ് കരിഞ്ഞ പച്ച കളർ പാവയ്ക്കയില്ലേ, ആദ്യം ഇവിടെ കിട്ടത്തുള്ളൂ. നമ്മുടെ വെള്ളപ്പാവയ്ക്ക ഇവിടെ കിട്ടത്തില്ല. അതായത് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് റവയുപ്പുമാവും പഴവും. റവയെന്ന് പറഞ്ഞാൽ നമ്മുടെ അവിടുത്തെ റവയല്ല, വെറും മണ്ണ് പോലെ ഇരിക്കുന്ന റവയാണ്. അതുകൊണ്ട് ഉണ്ടാക്കിയാൽ ഇങ്ങനെ ഉണ്ട കെട്ടി കിടക്കും. പിന്നെ ഉച്ചക്കലത്തേക്ക് സോയാബീൻ ഫ്രൈ ഉണ്ടാക്കി. കുറച്ചേ ഉണ്ടാക്കിയുള്ളൂ. എനിക്ക് 2 നേരം കഴിക്കാൻ. ഇപ്പോൾ ഉണ്ടാക്കി ആറിയപ്പം ഈ പാത്രത്തിലോട്ട് മാറ്റിയിട്ടാണ് പാവയ്ക്ക മെഴുക്ക് വരട്ടിക്ക് വെച്ചത്. പാത്രങ്ങൾ കുറവല്ലേ, അപ്പം അത്. പിന്നെ ഇച്ചിരി ചെറുപയറിട്ട് ശകലം ഒരു പരിപ്പെന്ന് പറയാം. പരിപ്പ് നമ്മൾ വറുത്തല്ലേ വെക്കുന്നത്, ഇത് പച്ചക്കിട്ട് വെച്ചതാണ്. എന്നാൽ വറുത്ത പയർ വെക്കുന്ന ചേരുവകളാണ് ചേർത്തത്. നിങ്ങൾ ചോദിക്കും ഇത്രയും രാവിലെ എന്തിനാണ് ഉണ്ടാക്കുന്നത്, ഇപ്പം 7 മണി ആയതല്ലേ ഉള്ളെന്ന്. അപ്പം ചെയ്തേച്ച് കിടന്നുറങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ റവയുപ്പുമാവ് ഇപ്പം നൈറ്റ് 4th ഷിഫ്റ്റ് കഴിഞ്ഞ് എൻ്റെ 2 ഫ്രണ്ട്സ് വരും. അവർക്കൂടെ ഉണ്ടാക്കണേന്ന് പറഞ്ഞത് ഇത്രയും ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അവരിപ്പോൾ എത്തും, കുളിച്ച്. പിന്നെ ഞങ്ങൾ 3 പേരൂടെ കഴിക്കും. പിന്നെ ഈ പാവയ്ക്കാൻ മെഴുക്ക് വരട്ടിയും സോയാബീനും പരിപ്പും ഒക്കെ എനിക്ക്. ഇനി അവർ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ അവർക്ക് ഉണ്ടാക്കിയിട്ടുള്ളൂ. അവർ വന്ന് അവർക്ക് കിച്ചടിയോ എന്തെങ്കിലുമൊക്കെ അവർ പെട്ടെന്നുണ്ടാക്കും. പച്ചരി കൊണ്ടല്ലേ അവർ കഴിക്കുന്നത്, അവർ പെട്ടെന്നുണ്ടാക്കും. ഓക്കേ.